നമസ്കാരം. പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴത് ഉടനടി എന്നാണ് പ്രമാണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നമുക്ക് ഉടനടി കിട്ടും. സമീപകാലത്തെ ചില സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെയും അതിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെയും ഭരണകൂടം വേട്ടയാടിയത്. ഈ വേട്ടയാടലിന് നേതൃത്വം നൽകിയതും അതിൻ്റെ ചുക്കാൻ പിടിച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെ ഷാജൻ സ്കറിയയെയും ആ സ്ഥാപനത്തെയും ഒക്കെ അധിക്ഷേപിച്ചതുമൊക്കെ ഈ പറയുന്ന നിലമ്പൂർ MLA PV അൻവറാണ്. പക്ഷേ ഇപ്പോൾ 1.5 കൊല്ലം പിന്നിട്ടപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ആകെ മാറിയിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണോ PV അൻവർ ഈ കൊള്ളരുതായ്മകളെല്ലാം ചെയ്തത്, ആ വ്യക്തികളുമായി ആ പ്രസ്ഥാനവുമായും ശത്രുതയാണ് ഇപ്പോൾ PV അൻവറിന്. ആ ഭരണകൂടവും ആ പോലീസുമെല്ലാം ഇപ്പോൾ PV അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. PV അൻവർ എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കാൻ തയ്യാറായി നിന്ന പോലീസ് സംഘം ഇപ്പോൾ PV അൻവറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ച് റിമാൻഡ് ചെയ്യാനും അതുവഴി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ കൂടുതൽ അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പലരും ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് പോവുകയാണ്. കാരണം സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് മറുനാടൻ മലയാളിക്കെതിരെയും അതിൻ്റെ ജീവനക്കാർക്കെതിരെയും ഷാജൻ സ്കറിയക്കെതിരെയും ഒക്കെ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ PV അൻവറും ഈ പറയുന്ന അന്തം കമ്മി സൈബർ സഖാക്കളും കേരള പോലീസും നടത്തിയത്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരള പോലീസിലെ ഒരു വിഭാഗം പേരും നടത്തിയത്. ഞങ്ങളിൽ ചിലരൊക്കെ, ഞാനും എൻ്റെ മുൻ സഹപ്രവർത്തകനായിരുന്ന സുദർശൻ നമ്പൂതിരിയുമൊക്കെ ഇതിൻ്റെ ഒരു ഇരകളാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ഇരകളാണ്. 19 ദിവസമാണ് ഞങ്ങൾക്ക് കാക്കനാട് സബ് ജയിലിൽ കഴിയേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി PV അൻവറിനും ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ ദൈവമേ എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു നിരപരാധിയാണ്, അത് സന്തോഷിക്കാൻ കാരണമുണ്ട്. കാരണം ഞങ്ങളൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടോ അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയിട്ടോ ഈ അനധികൃതമായി ഭൂമി കയ്യേറി തടയണ കെട്ടിയിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല ഞങ്ങളൊന്നും ജയിലിൽ പോയത്. ചില സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെ കുറ്റക്കാരാക്കുകയും ഞങ്ങൾക്കെതിരെ കേസെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ 19 ദിവസം ജയിലിൽ കിടന്നത്. ആ ജയിലിൽ അല്ലെങ്കിൽ പോലും ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി PV അൻവറിന് തവനൂർ ജയിലിൽ കിടക്കേണ്ടി വന്നത് തീർത്തും ഈ ഒരു വിരോധാഭാസം എന്ന് വേണം കരുതാൻ. കാരണം എല്ലാ കാര്യത്തിനും നമുക്കൊരു മര്യാദയുണ്ട്. പക്ഷേ ആ മര്യാദകളുടെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് PV അൻവർ മറുനാടൻ മലയാളി എന്ന് വേട്ടയാടിയത്. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ ഷാജൻ സ്കറിയ അദ്ദേഹം മനസ്സിലെങ്കിലും ചിരിക്കുന്നുണ്ടായിരിക്കണം. സ്വാഭാവികമായും, അതായത് അത്രയും മനക്കരുത്തുള്ള ഒരു വ്യക്തിക്കല്ലാതെ ഒരിക്കലും ആ ഒരു ഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സാമ്പത്തികപരമായും ബന്ധുബലവും അതുപോലെ സുഹൃത്ത് വലയവും ഒക്കെ അദ്ദേഹത്തിന് ശക്തമായി ഉണ്ടെങ്കിൽ പോലും, എത്രയൊക്കെയാണെങ്കിലും മാനസികമായി നമുക്കൊരു ബലമില്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന ഒരു സ്ഥാപനത്തെ ഇത്രയധികം പോലീസുകാർ, അതായത് ഗുണ്ടകൾക്ക് പോലും ഒരു മര്യാദയുണ്ട്. ആ തരത്തിൽ അന്നത്തെ മെഡിക്കൽ കോളേജ് CI ഹരിലാൽ, അയാളിപ്പോൾ എവിടെയാണെന്നറിയില്ല, അയാൾക്ക് മുഖ്യമന്ത്രിയുടെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരമൊക്കെ കിട്ടിയെന്നാണ് അറിഞ്ഞത്. അയാളിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്നൊക്കെ മാറിപ്പോയി. അയാളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വേട്ടയാടൽ നടന്നത്. ഈ മറുനാടൻ മലയാളിയുടെ ഓഫീസിലും അതിൽ വനിതാ ജീവനക്കാരുടെ വീടുകളിലും പോലും അസമയത്തും, അവരുടെ ബന്ധുവീടുകളിലും പോലും അസമയത്ത് പോലും ചെന്ന് റെയ്ഡിനൊക്കെ ചെന്ന ഒരു കാര്യമൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം പല ജീവനക്കാരും അവിടെ നിന്ന് ഭയപ്പെട്ട് ജോലി മതിയാക്കിപ്പോയി. കാരണം ആ മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു PV അൻവറിൻ്റെയും PV അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച, അതായത് ഈ ഒരു PV അൻവറിൻ്റെ ഈ കാര്യം പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് അന്ന് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം PV അൻവർ വിചാരിച്ചു, കാരണം ഈ സൈബർ സഖാക്കൾക്ക് വിവരവും വെള്ളിയാഴ്ചയും മാനവും മാനക്കേടും നാണവും നാണക്കേടും, അതായത് മനുഷ്യനുണ്ടാകുന്ന കാമം എന്നുള്ളൊരു വികാരം ഒഴിച്ച് വേറെ ഒന്നുമില്ലാത്ത ഒരു വർഗ്ഗമാണ് സൈബർ സഖാക്കൾ. അപ്പോൾ ഈ സൈബർ സഖാക്കളൊക്കെ പിന്നിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഈ പറയുന്ന PV അൻവർ കരുതി ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് കരുതി അദ്ദേഹം ഈ മറുനാടൻ മലയാളിയുടെ ഓഫീസിന് മുന്നിൽ പോലും വന്നു നിന്നെ ഞാൻ എത്ര ഉയരത്തിൽ പറഞ്ഞാലും താഴെ ഇറക്കുമെന്ന ഒളിമ്പ്യൻ അന്തോണി ആദത്തിലെ ഒരു ഡയലോഗൊക്കെ കാച്ചി ഇന്ന് താഴെ ഇറങ്ങിയിരിക്കുന്നത് PV അൻവറാണ്. കാരണം ഈ PV അൻവർ ഇപ്പോൾ വളരെ ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇവിടുന്ന് DMK-യിലേക്ക് പോയി മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായ MR അജിത് കുമാറിനെയും ഒക്കെ പറ്റി അദ്ദേഹം ഘോരം ജനങ്ങളുടെ മുന്നിൽ വിളമ്പി. അന്നൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. കാരണം PV അൻവർ വിചാരിച്ചു ഏതൊരു വെളിപ്പെടുത്തൽ ആര് നടത്തിയാലും അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങളൊക്കെ പോകും.
അത് കണ്ടപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം പി വി അൻവറിന്റെ ഓഫീസിന് മുന്നിലും വീടിന് മുന്നിലും ഒക്കെ കാത്തു നിന്നപ്പോൾ പി വി അൻവർ കരുതിയത് ഞാനെന്തോ വലിയ സംഭവമാണ്, ഇപ്പോൾ തന്നെ പിണറായി വിജയനെ വലിച്ച് താഴെ ഇറക്കാം, എനിക്കിവിടെ ഭരിക്കാം എന്നുള്ള ഒരു ധാരണയോടുകൂടിയായിരുന്നു പി വി അൻവർ പല വെളിപ്പെടുത്തലുകളും നടത്തിയത്. ഈ വെളിപ്പെടുത്തലുകൾക്കൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, ഇതെല്ലാം സത്യമാണെന്നും അറിയാം. പക്ഷേ അതെല്ലാം അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ പി വി അൻവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോല നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ നാട്ടുകാരും ഈ DMK, അതായത് പി വി അൻവർ പ്രതിനിധാനം ചെയ്യുന്ന DMKയുടെ പ്രവർത്തകരും ഒക്കെ ഫോറസ്റ്റ് ഓഫീസിൽ ഉപരോധിക്കുകയും അവിടെ ഓഫീസ് അടിച്ചു തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് പി വി അൻവറിനെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തവനൂർ ജയിലിലാക്കി കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടത്. കാരണം എത്രത്തോളം കൊണ്ട് നടന്ന് അപമാനിക്കാമോ അത്രത്തോളം കൊണ്ട് നടന്ന് അപമാനിക്കണം, ആ ദൃശ്യങ്ങളൊക്കെ സൈബർ സഖാക്കൾക്ക് ആയുധമാക്കണം, അവർക്ക് പരിഹസിക്കാനുള്ള ഒരു മാർഗമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു കരുതിക്കൂട്ടിയാണ് ഈ പി വി അൻവറിനെ കസ്റ്റഡിയിൽ വിട്ടത്. എന്നാൽ കോടതി കണക്കിന് കൊടുത്തിട്ടുണ്ട്. കാരണം കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ നാണം കെടാനാണ്. പൊതുജനങ്ങളുടെ മുന്നിലും കോടതിയുടെ മുന്നിലും ഒക്കെ നാണം കെട്ട് ഈ പിണറായി വിജയന്റെയും CPM-കാരുടെയും ഈ പറയുന്ന സർക്കാർ എന്ന കൊള്ളസംഘത്തിന്റെയും പിണിയാളുകളായി മാറിയിരിക്കുകയാണ് ഒരുപാട് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിരുന്ന, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കേരള പോലീസ് എന്ന് പറയുന്ന സേന. പക്ഷേ പി വി അൻവറിന് ജാമ്യം അനുവദിച്ചു. പി വി അൻവർ ഇപ്പോൾ UDF-ലേക്ക് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും ഇത് പി വി അൻവറിന് മാത്രമല്ല, എല്ലാവർക്കും, ഈ പറയുന്ന പി വി അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചവർക്കും, ഈ പറയുന്ന, അതായത് ഏതെങ്കിലും ഒരു കമ്മി സഖാവ് അവനെ പോയി പിടിക്ക്, അവൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യ്, അവൻ്റെ മറ്റേത് ചെയ്യ്, അവൻ്റെ മറിച്ചത് ചെയ്യ് എന്ന് പറയുമ്പോൾ ഓടിപ്പിടഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്ന പോലീസുകാരുണ്ടല്ലോ, അവർക്കും കൂടിയുള്ള ഒരു താക്കീതും മുന്നറിയിപ്പും ഒക്കെയാണ് ഈ പറയുന്ന ഈ പി വി അൻവറിന് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ദുർബലനായ ആൾക്കാരെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ വേട്ടയാടുന്നത്. അല്ലാതെ നിങ്ങൾക്കൊപ്പമുള്ളവരെയോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുകളിലുള്ളവരെയോ നിങ്ങൾ വേട്ടയാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങളെക്കാൾ അധികാരവും എല്ലാം നിങ്ങളുടെ കയ്യിലാണുള്ളത്, അധികാരം നിങ്ങളുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ദുർബലരായിട്ടുള്ളവരെ എന്തും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ആ ദുർബലന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ നിയമപരമായി പോരാടാനോ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കാനോ പ്രതികരിക്കാനോ ശേഷിയില്ലെങ്കിൽ പോലും ഈ ഒരു കർമ്മഫലം, ഞാൻ മുൻപ് പറഞ്ഞ കർമ്മഫലം, അതായത് ദൈവത്തിന്റെ ഒരു ശിക്ഷ നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. എന്തായാലും പി വി അൻവറിന്റെ ഇന്നത്തെ അവസ്ഥ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിലെ കോമഡി കഥാപാത്രമായി മാത്രമേ ഇപ്പോൾ പി വി അൻവറിനെ കാണാൻ കഴിയുന്നുള്ളൂ. എന്തായാലും സത്യം ഷാജൻ സ്കറിയയുടെ ഭാഗത്തായിരുന്നു, മറുനാടൻ മലയാളിയുടെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ മാധ്യമ സ്ഥാപനം മുന്നോട്ട് ഇപ്പോഴും പഴയതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് ആ മാധ്യമ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വകാര്യമായിട്ടാണെങ്കിലും ഷാജൻ സ്കറിയ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടാകാം. ഇതെല്ലാം കണ്ട് അന്ന് കൈയടിച്ച അന്തം കമ്മികളൊക്കെ ഇപ്പോൾ പറയുന്നത് ഇത് അന്ന് കടന്നലായിരുന്നു, ഇന്ന് ഈച്ചയാണ് എന്നാണ് പി വി അൻവറിനെ കുറിച്ച് പറയുന്നത്. അതായത് അന്ന് ഞങ്ങളുടെ അച്ഛനായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ചിറ്റപ്പനാണ് പി വി അൻവർ എന്നാണ് ഈ നാണം കേട്ട, ഈ സമൂഹത്തിന് തന്നെ ശാപമായി ജീവിക്കുന്ന ഈ സൈബർ അന്തം കമ്മികൾ പറയുന്നത്. എന്തായാലും മറുനാടൻ മലയാളിക്കും ഷാജൻ സ്കറിയയ്ക്കും അഭിമാനിക്കാം. നിങ്ങൾ ചെയ്തത് ശരിയാണ്, ശരി നിങ്ങളുടെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെയാണ് കർമ്മഫലം ഇത്ര പെട്ടെന്ന് പി വി അൻവറിന് അനുഭവിക്കേണ്ടി വന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.